ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് ഷിഫ്റ്റ് ആവാൻ പോവാണ്. എനിക്ക് ജോബ് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണ്. സോ അതിന് മുന്നിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഈ വീഡിയോയിൽ. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നമ്മൾ മലേഷ്യക്ക് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നത്തെ വീഡിയോസാണ് ഇതൊക്കെ. സോ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ട്രെൻഡ്സിലേക്കാണ്. ട്രെൻഡ്സിൽ പോയിട്ട് കുറച്ച് നല്ല ഡ്രസ്സസൊക്കെ കിട്ടി എനിക്ക്. സോ നമ്മുടെ ഒന്നാം ഘട്ടം ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ട്രെൻഡ്സിൽ വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യനില്ല ഈ സ്ഥലത്ത്. അങ്ങനെ ഒരു 10-20 ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു 5-6 ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് വന്നു. ബാംഗ്ലൂരിൽ ഞാൻ വർക്കിനായിട്ട് വന്നിട്ട് 3 years ആയിരിക്കുകയാണ്. അതിൽ ഞാൻ ഓൾമോസ്റ്റ് 20 kgs വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ വർക്ക് പാറ്റേണും ഫുഡും ആണ് പ്രശ്നക്കാരനായിട്ട് വന്നത്. കാരണം വർക്ക് മോർണിംഗ് നൈറ്റ് പറഞ്ഞ പോലെ ഷിഫ്റ്റിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാം സിറ്റിംഗ് ജോബാണ്. ഇടയ്ക്ക് ഫുഡ് കഴിക്കുക വിശന്നാൽ മാത്രമേ ഞാൻ അവിടുന്ന് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഫുഡ് സ്പോട്സ് നമ്മൾ ബാംഗ്ലൂരുണ്ട്. എന്ത് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സൊമാറ്റോ സ്വിഗ്ഗി എല്ലാം റെഡിയാണ് ഫുഡ് ഓർഡറിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിലും കൂടെ കയറിയായിരുന്നു. കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. നൈറ്റ് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. തൊട്ടടുത്തൊരു മാമ്പഴക്കടി ഉണ്ടായിരുന്നു. അവിടുന്ന് 2-3 വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. നോക്കണ്ടട ഉണ്ണി, ഇത് ബാംഗ്ലൂരല്ല, ഇതിൻ്റെ സ്വന്തം കാസർഗോഡാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ആയിരുന്നു എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള ട്രെയിൻ ഉണ്ടായത്. സോ നാട്ടിലേക്ക് ഒരു 2-3 ദിവസം പോകുന്നതിന് മുന്നേ ഒന്ന് പോവാന്ന് വിചാരിച്ചു. നമ്മുടെ കാസർഗോഡൊക്കെ നല്ല വികസനം വന്നു ഗൈസ്. നോക്ക്, നമ്മുടെ ദേശീയപാതയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയിരുന്ന നാട്ടിൽ നല്ല മഴയായിരുന്നു. മഴയത്ത് KSRTCയിൽ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് കാഴ്ചയൊക്കെ കണ്ടുപോകാൻ നല്ല രസമുണ്ടായിരുന്നു. ഹായ് ഗൈസ്, നമ്മുടെ മാംഗോ ജ്യൂസ്. പഞ്ചസാര ഇട്ടിനാമേ മാംഗോ ജ്യൂസ്. കുറച്ച് കഴിഞ്ഞാൽ മാംഗോ പച്ചടി, കുറച്ച് കഴിഞ്ഞാൽ മാംഗോ തെര എല്ലാം ഉണ്ട്. ഫുൾ മാംഗോ. മക്കളെല്ലാം ക്ഷീണിച്ച് കിടക്കുന്നു. ഓ എന്താ കിടത്തം. ഓക്കെ, അപ്പം നമ്മൾ പാക്കിങ് ചെയ്യുവാണ്. അയ്യോ, ഇതാണ് നമ്മുടെ ചക്ക പപ്പടം. നാട്ടിൽ ഓർമ്മക്ക് വരുമ്പോൾ നമുക്കൊരു ചക്ക പപ്പടമൊക്കെ തിന്നാലോ അല്ലേ? ഇതൊന്നും വേണ്ടാമേ, കുറച്ച് മതി എനിക്ക്. ഞാൻ അവിടെ സ്ഥിരതാമസം ആക്കുന്നില്ലാമേ. 3 ദിവസം കഴിയുമ്പോൾ വരുന്നേ. അത് ചക്കപ്പപ്പടം തീരുമാനം വിളിച്ചാൽ മതി. വരും അങ്ങോട്ട്. ഞാൻ ചക്കപ്പപ്പടം തിന്നിട്ട് നിന്നോ. സോ ചക്കപ്പപ്പടം പാക്ക്. ഇത്രയാണ് ഞാൻ എടുക്കുന്ന ചക്കപ്പപ്പടം. കുറേ ഉണ്ടാവില്ലേ? 100 ഉണ്ടാവുന്നല്ലോ. സോ ചക്കപ്പപ്പടം റെഡി. നമ്മേ ചക്ക ചിപ്സ്, നമ്മുടെ കയ്പൊക്കെ കൊണ്ടാട്ടം. അതെനിക്ക് ചിക്കൻ മസാല വേണം പറഞ്ഞു. നമ്മുടെ മുളക് പൊടി. ഇത് ഊരി പോവാമേ. മഞ്ഞപ്പൊടി, നമ്മൾ വീട്ടിലുണ്ടായ മഞ്ഞൾ പൊടിച്ചുണ്ടാക്കിയതാണ് മഞ്ഞപ്പൊടി. പിന്നെ ഇത് ഗ്രാമ്പൂ അല്ല, കറുകപ്പട്ടയല്ല, അല്ല ഗ്രാമ്പൂ. മല്ലി, എന്തേമ്മേ മല്ലിപ്പൊടിയാ? കുരുമുളകാ? കുരുമുളക് പൊടി. ഇത് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ. ഇത് അമ്മ ഉണ്ടാക്കിയ മാങ്ങാത്തരയാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് മാങ്ങാത്തരയൊക്കെ ഉണ്ടാക്കുന്നത്. അമ്മ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ്.
അങ്ങനെ 3 ദിവസം പെട്ടെന്ന് പോയി. വർക്ക് കൂടി ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പോയി. അങ്ങനെ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. നമ്മൾ അമ്മയുടെ അച്ഛനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മളിതാ പോവാണ്. അങ്ങനെ നമ്മൾ കാസർഗോഡേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതാ പോവാണ്. കാസർഗോഡ് നിന്ന് 6:30-ക്കാണ് നമ്മുടെ ട്രെയിന് ബാംഗ്ലൂരേക്ക്. അങ്ങനെ ഈവനിങ് 6:30 ആയപ്പോൾ ട്രെയിൻ എത്തി. നമ്മൾ കയറി. ഓൾമോസ്റ്റ് 12 മണിക്കൂറുള്ള ഒരു ജേണിയാണ്. രാവിലെ 6:30 ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയ ദിവസം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. 3 to 11 ആയിരുന്നു എൻ്റെ ഷിഫ്റ്റ്. സോ വീട്ടിൽ തന്നെ ആയിരുന്നു. സോ നമ്മൾ ഓർഡർ ചെയ്ത പെട്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെട്ടി വന്നിരിക്കുകയാണ് തോന്നുന്നു. ഇത്രയും വലുത് ഞാൻ വേറെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. അകത്തോട്ട് എടുക്കട്ടെ. അത്യാവശ്യം എന്താട്ടോ. സോ നമ്മുടെ പെട്ടി എത്തിയിരിക്കുകയാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊക്കെ ഇവിടുന്ന് മുറിഞ്ഞു വന്നു. ചെറിയൊരു കാര്യം വന്നിട്ടുണ്ട്. ബാഗ് നന്നായാൽ മതി. സോ ഇതാണ് നമ്മുടെ ബാഗ്. 8 wheels ഉള്ള ബാഗാണ്. ഫ്രം സഫാരി. ആൻഡ് നമ്പർ ലോക്ക് ഉണ്ട്. ഡബിൾ ഉള്ളിൽ നോക്കാം. ഓക്കെ, അത്യാവശ്യം പെട്ടിയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിന്റെ കൂടെ വരുമ്പോണ്ടായതാണ് ഈ കറ. ഐ തിങ്ക് പോകുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഗ്ലാസ് ക്ലീനർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ റിട്ടേൺ അടിച്ചിട്ട് വരാനൊന്നും സമയമില്ല. മറ്റന്നാൾ പോവാനായി. കുഴപ്പമില്ല, പോകുന്നുണ്ട്. കുറച്ച് സ്റ്റെബാണ്. പോയി കേട്ടോ. അപ്പൊ നല്ല ക്ലീൻ ആയില്ലേ. കേട്ടെ, മുള്ളു കുറച്ചുണ്ട് ഇതില്. ഞാനൊന്ന് ഉരച്ചു നോക്കട്ടെ. സോ നമ്മൾ ഗ്ലാസ് ക്ലീനർ ഒഴിച്ചിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. കുറച്ചൊക്കെ പോയി. എന്നാൽ ഇതുണ്ട്. പക്ഷെ എൻ്റെ ഒരു നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്. സോ ഇത് വെച്ച് ഞാൻ ചെയ്ത് നോക്കട്ടെ. സോ അങ്ങനെ ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് പെയിൻ്റ് അല്ല, വേറെ എന്തോ ഒരു സ്റ്റിക്കി സബ്സ്റ്റൻസ് ആണ്. കുഴപ്പമില്ല. പെട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വാറണ്ടി കാർഡ് ഉണ്ട് ഇതിൽ. 3 years ഇൻ്റർനാഷണൽ വാറണ്ടി ഉണ്ട് സഫാരീൻ്റെ. സോ ഓക്കെ, നല്ല പെട്ടിയാണ്. നല്ല ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള പെട്ടിയാന്ന് തോന്നുന്നു. നോക്കട്ടെ. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത് എന്തോ ലോക്ക് ഇൻസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതെന്താ അറിയില്ല, ലൂസായി കിടക്കുന്നുണ്ട്. കുഴപ്പമില്ലായിരിക്കും അല്ലേ. സോ വേറൊരു ബാഗിൽ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നാട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെച്ചു. ഇത് അമ്മ ഉണ്ടാക്കിയ ചക്ക ചിപ്സാണ്. കുറച്ച് കൊണ്ട് വയ്ക്കാം. പിന്നെ നമ്മുടെ അടിയിട്ട് വാങ്ങിയ ചക്കപ്പടം വയ്ക്കുന്നു. കേട്ടോ, ഇതാണ് പാവയ്ക്ക കൊണ്ടാട്ടം എന്ന് പറയുന്ന നാട്ടിൽ. നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ കെട്ടി തന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇങ്ങനെ വെക്കാം. ഇതൊക്കെ ഒന്നും കൂടെ ഇത് മല്ലിപ്പൊടിയൊക്കെയാണ്. എനിക്കൊന്ന് ഇത് ഒന്നും കൂടെ കവർ ചെയ്തിട്ടേ പ്ലാസ്റ്റർ ഇട്ട് വെക്കണം. സെല്ലോ ടൈപ്പ് വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ അതിനുശേഷം. സോ ഇതൊക്കെ നമ്മൾ തന്നെയാണ്. ഇത് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് ഞാൻ നാട്ടിൽ ചിക്കൻ മസാല മാത്രമേ പറ്റുള്ളൂ. ചിക്കൻ മസാല എടുത്തുള്ളൂ. പിന്നെ ഇത് ഇതിൻ്റെ അമ്മ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞപ്പൊടി പൊടിച്ചുണ്ടാക്കിയ മഞ്ഞപ്പൊടിയാണ്. സോ അത് പിന്നെ ഇത് സ്പൂണാണ് കേട്ടോ. സ്പൂൺ എടുക്കണമെന്നുണ്ടെങ്കിൽ
ഇത്രയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഒരു അച്ചാറിൻ്റെ ബോട്ടിലും കൂടെ ഉണ്ട്, ഒക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാണ്ട്. പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച, ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച ഒലീവ് ഓയിലാണ്. ഇതും കൂടെ അങ്ങനെ കുറച്ചും കൂടെ പാക്കിംഗ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. വേണ്ടതും വേണ്ടാത്തൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് പെട്ടിയിലാക്കലും ബാക്കിയൊക്കെ ഷെൽഫിലാക്കലും ഒക്കെ ആയിരുന്നു പരിപാടി. ബാംഗ്ലൂരിൽ നിന്ന് ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം തന്നെ ആലോചിക്കാം ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോഴുള്ള ഷിഫ്റ്റിങ്ങിന്റെ ബുദ്ധിമുട്ടുകൾ. സത്യം പറഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു, എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളതൊക്കെ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഡേ എൻ്റെ ഗേൾസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു നല്ല ഫെയർവെൽ തരാൻ. I will really miss these people. എൻ്റെ ബാംഗ്ലൂർ ജീവിതം അടിപൊളിയാക്കിയതിൽ ഒരു കാരണക്കാരി ഇവരൊക്കെയാണ്. അറിയില്ല ഇനി മലേഷ്യയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ടീമിനെ കിട്ടുമോ എന്നുള്ളത്. ഞങ്ങളെല്ലാവരും ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. എന്നാലും നമ്മൾ ഒരു ബോണ്ട് ഉണ്ടല്ലോ, മലയാളി ബോണ്ട്, ഒരു സിസ്റ്റർഹുഡ് ബോണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. ഐ വിൽ റിയലി മിസ് ദാറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ ഗൈസ്.